ഞാൻ സുബ്രഹ്മണ്യ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം ആരാധനയും ആഘോഷവും. ആദ്യമായി ഇവ തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ആരാധന എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ഉള്ള വേദന ദൈവവുമായി പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് ആരാധന. യഥാർത്ഥത്തിൽ ആരാധന നടത്തുന്നതിന് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഇല്ല. ഏതൊരു വ്യക്തിക്കും കണ്ണുമടച്ചുകൊണ്ട് മനസ്സ് തുറന്ന് നേരിട്ട് ദൈവത്തോട് തൻ്റെ ദുഃഖങ്ങൾ പറയാവുന്നതാണ്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ വിശ്വാസമില്ലാത്ത ഭൂരിപക്ഷം ജനങ്ങൾ അമ്പലങ്ങൾ പണിത് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് അവർ ആരാധിക്കുന്നു. അങ്ങനെ ആണ് അമ്പലങ്ങൾ ഉടലെടുത്തത്. അത്തരം ആരാധനയിൽ ഒരു ഇടനിലക്കാരനുണ്ടാവാം. ആ ഇടനിലക്കാരനിലൂടെ വ്യക്തികൾ ദൈവത്തോട് തൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതിന് ആ ഇടനിലക്കാരന് ഒരു ദക്ഷിണ നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അമ്പലങ്ങൾ ഉടലെടുത്തത്. മനുഷ്യരുടെ ദുഃഖങ്ങൾ വർദ്ധിച്ചപ്പോൾ കൂടുതൽ ആൾക്കാർ അമ്പലത്തിലേക്ക് വരികയും അവിടെയുള്ളതായിട്ടുള്ള കാണിക്ക അധികമായി തീരുകയും ചെയ്തതോടുകൂടി അത് പെരുമാറുന്നതിനായി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് അതിൻ്റെ കണക്കുകളൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അമ്പലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിച്ചത്. അടുത്ത കാലത്ത് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖത്തിന് അളവ് ഇല്ലാത്തതിനാൽ അമ്പലത്തിലേക്ക് വരുന്നതായിട്ടുള്ള വരവിൻ്റെ അളവ് വർദ്ധിക്കുകയും അതോടുകൂടി തന്നെ കമ്മിറ്റിക്കാർ ആഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. കമ്മിറ്റിക്കാർ അമ്പലത്തിലെ വിശ്വാസികളുടെ വരവ് എടുത്തുകൊണ്ടാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. ഇത് കമ്മിറ്റിക്കാരുടെ ഒരു അഹങ്കാരമായി മാറിയാലോ ആഘോഷം തന്നിഷ്ടമായി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന് ആഘോഷങ്ങൾ തന്നിഷ്ടത്തിൽ നടക്കുന്നത്. ആരാധന ഒരിക്കലും 4 മതിൽക്ക് പുറത്തേക്ക് കടക്കാറില്ല. അങ്ങനെ അമ്പലത്തിൻ്റെയോ മറ്റ് ദേവാലയങ്ങളുടെയോ മതിൽക്ക് പുറത്ത് കടക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ
താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം അത്തരം ആഘോഷങ്ങൾ നടത്താൻ. കമ്മിറ്റിക്ക് അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമില്ല. സമൂഹത്തെ സംരക്ഷിക്കുന്നത് പോലീസുകാരാണെങ്കിൽ ഇവിടെ ആധിപത്യം പോലീസുകാർക്കാണ്, അല്ലാതെ കമ്മിറ്റിക്കാർക്കല്ല. ഇങ്ങനെ കമ്മിറ്റിക്കാരും പോലീസുകാരും തമ്മിൽ ഒരു സംയമനം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായി തൃശ്ശൂർ പൂരമൊക്കെ നടത്താവുന്നതാണ്. ഇതിൽ കമ്മിറ്റിക്കാരാണോ പോലീസാണോ അതോ രാഷ്ട്രീയക്കാരാണോ വലുത് എന്ന് അറിവില്ലായ്മയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. കമ്മിറ്റിക്കാർക്കാണ് അധികാരമെങ്കിൽ കമ്മിറ്റിക്കാർക്ക് അവർ ഇല്ലാത്ത സമയം അമ്പലം പൂട്ടിപ്പോകുന്നതിന് പോലും സാധ്യതയുണ്ട്. കാരണം കമ്മിറ്റിക്കാരാണല്ലോ വലിയവർ. എന്നാൽ ആരാധനയാണ് പൂരം എങ്കിൽ തീർച്ചയായും ഇക്കൊല്ലം പൂരത്തിൽ നടന്നത് തീർച്ചയായും ഒരു ശരിയായ നടപടി അല്ല. ഇവിടെ അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അഹങ്കാരമല്ല വേണ്ടത്, സംയമനമാണ് വേണ്ടത്. സംയമനം പാലിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇക്കൊല്ലം പൂരത്തിന് നടന്ന മാതിരി ഒരു സംഭവം ഒരു കാലത്തും നടക്കുമായിരുന്നില്ല. കൂടാതെ 36 മണിക്കൂർ വെയിലത്ത് ആനകൾ നിൽക്കുന്ന സമയത്ത് ആനകൾക്കുണ്ടാവുന്നതായിട്ടുള്ള വിഷമത്തെക്കുറിച്ച് ഇവിടെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. ആഘോഷം ആയ പൂരത്തിന് വരുന്ന ഭൂരിഭാഗം ജനങ്ങളും ചൂട് സഹിക്കുന്നതിനായി അല്പം മദ്യം ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ചൂട് അവർ സഹിക്കുന്നത്. ആനകൾക്കും അത്തരം ചൂട് സഹിക്കേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോൾ ആനകൾക്ക് അത്യാവശ്യം വിശ്രമം കൊടുത്ത ശേഷം പൂരം നടത്തുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് പൂരങ്ങൾക്കിടയ്ക്ക് ആനകൾക്ക് വിശ്രമം കൊടുക്കുക? ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ 2.5 മണിക്കൂർ ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അവിടെ യന്ത്ര ആനകളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സാധാരണ ആനകൾക്ക് വിശ്രമം ധാരാളം ലഭിക്കും. ഇതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ആനകൾക്ക് വിശ്രമം നൽകുവാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുറ്റം പറയാതെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് അല്പസ്വല്പം പൂര ക്രമങ്ങളിൽ മാറ്റം വരുത്തി ആനകൾക്ക് പകരം യന്ത്ര ആനകൾ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ പൂരം നടത്തുകയാണെങ്കിൽ തുടർന്നുള്ള കാലങ്ങളിലും ഈ തൃശ്ശൂർ പൂരം നടക്കും എന്നുള്ളത്
ഒരു വ്യക്തമായ കാര്യമാണ്. അല്ലെങ്കിൽ പരമാവധി 1-2 വർഷത്തിനുള്ളിൽ ഈ പൂരം പൂർണ്ണമായും നിലയ്ക്കും എന്നുള്ളതിന് സംശയം ഇല്ല. ആയതിനാൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പൂരം വേണ്ട രീതിയിൽ മാറ്റം വരുത്തി നടത്തി തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശസ്തി വീണ്ടും ഉയർത്തണമെന്നാണ് ഒരു പൂരപ്രേമിയായ എനിക്ക് പറയുവാൻ ഉള്ളത്. നന്ദി.